ഹലോ എവരി വൺ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സ്റ്റുഡൻസിനും ഓണേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകളാവട്ടെ, അതുപോലെ തന്നെ ജനറൽ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളാവട്ടെ, എല്ലാ സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകരിക്കുന്ന ഒരു കണ്ടന്റുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, എക്സാമിനെ പോലെ തന്നെ അല്ലെ, എക്സാംസിന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ എക്സാം പ്രിപ്പറേഷനിൽ സ്റ്റഡീസ് നടത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ എക്സാം എഴുതുക എന്നുള്ളതും അല്ലെ. അപ്പം പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് എക്സാംസ് എഴുതേണ്ടത് എന്നുള്ളത് അല്ലെ. നമുക്കറിയാം, അത് എസ്സേയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ എക്സാമിന് അടുപ്പിച്ച് പലപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്, നമ്മൾ റെഫർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എങ്ങനെ എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എസ്സേ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ചുരുങ്ങിയ വേർഡ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ഡിവൈഡ് യുവർ എസ്സേ ഇൻടു 5 പാരഗ്രാഫ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമുക്കറിയാം എസ്സേ ക്വസ്റ്റ്യൻ ആണോ, വി ഹാവ് ടു ഡിവൈഡ് ദി എൻറ്റയർ എസ്സേ ഇൻടു 5 പാരഗ്രാഫ് അല്ലെ. ഒരു എസ്സേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മിനിമം 5 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം അല്ലെ. ഏതൊക്കെ? there will be a ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടായിരിക്കും, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ 3 ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കും, then there will be a concluding പാരഗ്രാഫ് അല്ലെ. ഇതാണ് സാധാരണ ഒരു എസ്സേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എസ്സേ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 5 പാരഗ്രാഫ് നിങ്ങൾ പ്ലാൻ ചെയ്യണം അല്ലെ. ഈ ഒരു പാരഗ്രാഫിന്റെ നമ്പേഴ്സ് കൂടാം, നിങ്ങൾ ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച്, ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ്സിനനുസരിച്ച് അത് 6 or 7 ഒക്കെ ആവാം. മിനിമം there will be 5 പാരഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് വേർഡ്സ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് വൺ അല്ലെ. പിന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, അത് ഇഗ്നോ ടേമിന്റെ എക്സാമിനേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അസൈൻമെന്റ്സ് ആണെങ്കിലും ഒക്കെ കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്പർ ഓഫ് വേർഡ്സ് അല്ലെ. ഓരോ ക്വസ്റ്റ്യൻസ് മാർക്കിനനുസരിച്ച് 120 വേർഡ്സ്, 250 വേർഡ്സ് അല്ലെ, ഇങ്ങനെ വേർഡ്സ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പറഞ്ഞ നമ്പർ ഓഫ് വേർഡ്സ് നിങ്ങൾ കവർ ചെയ്യുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാണ്ടിറ്റി പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് ഒരു പേപ്പർ അല്ലെ, A4 സൈസ് പേപ്പർ 1 സൈഡിൽ നമ്മൾ 80 വേർഡ്സ് ആണ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു പേജിന്റെ 1 സൈഡ് 80 വേർഡ്സ് ആണ് നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ 120 വേർഡ്സോ 250 വേർഡ്സോ നിങ്ങളുടെ മാർക്കിനനുസരിച്ച് നമ്പർ ഓഫ് വേർഡ്സിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ ഈ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടൈം ഉണ്ടെങ്കിൽ അല്പം കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷെ അത് നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ ഒരിക്കലും അമിതമായിട്ട് കൂടുതലായിട്ട് എഴുതാൻ നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമ്പർ 3, ഡു നോട്ട് റിപ്പീറ്റ് സെയിം വേർഡ്സ് ഓർ ഫ്രേസ് ത്രൂ ഔട്ട് ദി എസ്സേ അല്ലെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സെയിം വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സെയിം വേർഡ്സും സെയിം ഫ്രേസസും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എസ്സേയിൽ അല്ലെ ഉപയോഗിക്കുകയാണ് കോളേജ് ലെവൽ അല്ലെ. ഈ ഒരു കോളേജ് ലെവൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ടോപ്പിക്കാണ് നമ്മൾ എസ്സേ ആയിട്ട് ജനറൽ എസ്സേയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അല്ലെ, നമ്മൾ അവിടെ ഈ ഒരു കോളേജ് ലെവലിൽ നിന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അതൊരു മൊണോട്ടണസ് ഉണ്ടാക്കും. അത് മാത്രമല്ല, അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കുക അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിന്റെ ഡിഫറെന്റ് ഫ്രേസുകൾ ഉപയോഗിക്കാം. കോളേജ് ലെവൽ എന്ന് പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ലെവൽ, ടെർഷ്യറി ലെവൽ അല്ലെ, ഇങ്ങനെ ഇതുപോലെയുള്ള ഡിഫറെന്റ് ഫ്രേസുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗിക്കുക. അത് വേർഡിന്റെ കേസിലാണെങ്കിലും ഇങ്ങനെ സെയിം വേർഡ് തന്നെ ത്രൂ ഔട്ട് എസ്സേയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാക്കാം, ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് വൺ, പോയിന്റ് നമ്പർ 4, അണ്ടർലൈൻ if 100% ഷുവർ അബൌട്ട് ദി പോയിന്റ് അല്ലെ. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു,
അണ്ടർലൈൻ ചെയ്യുക അല്ലെ, വെറുതെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ആ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്സ് 100% കറക്റ്റ് ആവണമെന്നില്ല അല്ലെ. വെറുതെ ചില സമയങ്ങളൊക്കെ സ്റ്റുഡൻസ് ആൻസർ സ്ക്രിപ്റ്റിൽ അണ്ടർലൈൻ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ഇങ്ങനെ നമ്മൾ റോങ് സെന്റൻസ് റോങ് പോയിന്റ്സിലൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കും. കാരണം വാല്യൂ ചെയ്യുന്ന ആളുകൾ ഫസ്റ്റ് അവരുടെ നോട്ടം എത്തുന്നത് എവിടെ ആയിരിക്കും? അണ്ടർലൈൻഡ് ലൈനിലായിരിക്കും. അപ്പം ഈ അണ്ടർലൈൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ തന്നെ മിസ്റ്റേക്ക് ആണ്, റോങ് പോയിന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ആ എസ്സേയുടെ മാർക്കിനെ ബാധിക്കും. അപ്പൊ ഒരിക്കലും 100% ഷുവർട്ടി ഇല്ലാത്ത പോയിന്റ്സിന്റെ അടിയിൽ ഒരിക്കലും അണ്ടർലൈൻ ചെയ്യാതിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാമോ 100% കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യുന്നത് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, use signal words like however, therefore, കോൺസിക്വന്റ്ലി അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നല്ല അല്ലെ വെൽ ഓർഗനൈസ്ഡ് അല്ലെ എസ്സേസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള സിഗ്നൽ വേർഡ് ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ ഒരു കാര്യങ്ങളുടെ രണ്ട് സൈഡ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് സൈഡുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ട്രാൻസിഷൻ അല്ലെ ഒരു മാറ്റം വരുത്തുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് മാറുകയാണ്, നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ however ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസിഷനെ കാണിക്കുന്ന വേർഡ്സുകൾ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ വരുന്ന however, therefore, consequently, as a result ഇങ്ങനെ വരുന്ന ഈ സിഗ്നൽ വേർഡുകൾ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ഈ ഇത്തരത്തിൽ വരുന്ന സിഗ്നൽ വേർഡുകൾ വാല്യൂ ചെയ്യുന്ന അഡീഷണൽസിന്റെ ഇടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യൂടാ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്, in concluding paragraph, use signal words like finally, to conclude, to sum up അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിഗ്നൽ വേർഡുകൾ കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ 5 പാരഗ്രാഫ് ആണ് ഒരു നോർമൽ എസ്സേക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും, പിന്നീട് 3 ബോഡി പാരഗ്രാഫ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പിന്നെ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ നോക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകണം ഇത് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ആണ്. അപ്പം ഈ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ഒക്കെ കണ്ടാൽ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഈ ആൻസർ എഴുതിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം അവിടെ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? ഫൈനലി, ടു കൺക്ലൂഡ്, ടു സം അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഏത് തുടങ്ങേണ്ടത്? ഈ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ് നിങ്ങൾ തുടങ്ങേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, പാരഗ്രാഫ് അല്ലെ. ഞാൻ പറഞ്ഞു 5 പാരഗ്രാഫ് ആണ് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു പാരഗ്രാഫിൽ എന്ത് മാത്രമേ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ? ഒരു പോയിന്റ് മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നിങ്ങളൊരു പാരഗ്രാഫ് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാരഗ്രാഫിൽ ഒരേ ഒരു പോയിന്റ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രസന്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ വരേണ്ടത് ആ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ്, അഡീഷണൽ എക്സ്പ്ലനേഷൻസ്, അപ്പൊ ആ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ, ആ ഒരു പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ പ്രസന്റ് അനദർ പോയിന്റ് അല്ലെ. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ പോയിന്റ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ്, എക്സാമ്പിൾസ്, ഇങ്ങനെ ഓരോ പാരഗ്രാഫും 1 by 1 ആയിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്സേ നോക്കുന്ന ആളുകൾക്ക് എന്തായിരിക്കും? വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നോക്കുന്ന ആളുകൾക്ക് തോന്നും അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്, ഒരു പെർഫെക്റ്റ് ആയ പോലെ തോന്നും. ഓക്കെ, അപ്പം പലപ്പോഴും ആളുകൾ പിന്നെ കുറഞ്ഞ കണ്ടന്റ് ആയിരിക്കും ചില ആളുകളുടെ കയ്യിലുണ്ട്, പക്ഷെ അവരത് പ്രസന്റ് ചെയ്യുന്നത് ആൻസർ സ്ക്രിപ്റ്റിൽ അവർ പ്രസന്റ് ചെയ്യുന്ന രീതി അവരെ വല്ലാതെ എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് മാർക്ക് കിട്ടുന്നതിന് സഹായിക്കും. ഇപ്പൊ നിങ്ങൾ എഴുതിയതെല്ലാം തന്നെ പോയിന്റ്സ് തന്നെ ആയിരിക്കും. എങ്ങനെ? ഈ പറഞ്ഞ പോലെ നിങ്ങൾ 5 പോയിന്റ് ആണെങ്കിൽ 4 പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ടൊന്നുമില്ല, 1-2 പാരഗ്രാഫുകൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നിങ്ങൾ സ്റ്റഫ് ചെയ്തതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 or 6 കിട്ടും. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതൊരു 5 പാരഗ്രാഫിലേക്കാക്കി ഡിവൈഡ് ചെയ്ത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സ്കോർ ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 7-8 അല്ലെ തരുന്ന ആളുകൾക്ക് പെട്ടെന്ന് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പൊ ഓക്കെ, എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.